എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമായിട്ടും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചും നിലവിലുള്ള കാലഘട്ടത്തിലെ സംഭവങ്ങളെക്കുറിച്ചുമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഈ പുതിയ വീഡിയോ ചെയ്യുന്നത് ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നമ്മുടെ ചർച്ചാ വിഷയം സ്വാതന്ത്ര്യ സമ്പാദനത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചുവിടുകയാണ്. പലപ്പോഴും ചരിത്ര സത്യങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അവബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പലർക്കും പുതിയ അറിവായിരിക്കും സമ്പാദിക്കാൻ കഴിയുന്നത്. അവർക്ക് നൽകുന്നത് പുതിയ ഒരു അറിവായിരിക്കും. ഒരുപക്ഷെ ചിലർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അവരെവിടെയെങ്കിലുമൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ടാവാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് തന്നെ ആദർശം വന്ന വഴികളെന്നാണ്. നമ്മൾ അത്ര ഒരു തലക്കെട്ടുന്നവരെ ഒരു വാർത്തയ്ക്കും കൊടുത്തിട്ടില്ല എങ്കിലും, കാരണം അതിന് പ്രധാനപ്പെട്ട കാര്യം 1905 അതാണ് നമ്മുടെ കാലഘട്ടം. 1905 ഇപ്പോഴത്തെ ആസാമും ബംഗ്ലാദേശും പ്രദേശം ഉൾപ്പെടുന്ന ബംഗാൾ മേഖല അത് ഹിന്ദു ഭൂരിപക്ഷ മേഖലയെന്നും മുസ്ലിം ഭൂരിപക്ഷ മേഖലയെന്നും രണ്ടായി ബ്രിട്ടീഷുകാർ വിഭജിക്കുന്നു. അങ്ങനെയുണ്ടായ വിഭജനത്തോടെ രാജ്യത്തെ ജനമനസ്സിലുണ്ടാകുന്ന ഉൾപ്പിരിവുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 1906 മുസ്ലിം ലീഗ് രൂപം കൊള്ളും. മുസ്ലിം ലീഗ് രൂപം കൊണ്ട് 9 വർഷങ്ങൾക്കിപ്പുറം 1915 അഖില ഭാരത ഹിന്ദു മഹാസഭയും രൂപം കൊള്ളുന്നു. അപ്പോൾ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് 1906 1915 അഖില ഭാരത ഹിന്ദു മഹാസഭയും രൂപം കൊള്ളുന്നു. കോൺഗ്രസിൻ്റെ കൂടാരത്തിൽ നിന്നും പുറത്തു വന്നവരാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്കും അടിസ്ഥാനമിട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1925 ഹിന്ദു മഹാസഭയിൽ നിന്നും ഒരു നേതാവ് പിരിയുന്നു. പിരിഞ്ഞുപോയ നേതാവ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പേരിൽ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നു. നോക്കണം, ഹിന്ദു മഹാസഭയിൽ നിന്നും പിരിഞ്ഞുപോയ ഒരു നേതാവാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന RSSന് രൂപം കൊടുക്കുന്നത്. കോൺഗ്രസിൻ്റെ നയങ്ങളെ കുറ്റം പറഞ്ഞ് നടന്നവർ 1937 പ്രവിശ്യാ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നു. കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് നടന്നവരാണ് നേരത്തെ ഹിന്ദു മഹാസഭയ്ക്കും മുസ്ലിം ലീഗിനും ഒപ്പം RSSനും രൂപം നൽകിയതെങ്കിൽ 1937 പ്രവിശ്യ ഭരണസമിതി തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നു. 1939 രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാട് കൂടിയാലോചനകളില്ലാതെ തീരുമാനിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സർക്കാരുകൾ പ്രവിശ്യാ ഭരണത്തിൽ നിന്നും രാജിവെച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ചില ചെറു പ്രാദേശിക കക്ഷികളും ചേർന്ന ആ സഖ്യം രൂപം കൊള്ളുന്നു. പിന്നീട് അവർ സിന്ധ്, ബംഗാൾ, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസ്, വടക്ക് കിഴക്കൻ മേഖലകൾ ചുരുക്കത്തിൽ എന്നിവിടങ്ങളിൽ സർക്കാരുകൾ ഉണ്ടാക്കി ഭരിക്കുന്നു. ഇതായിരുന്നു ആദർശത്തിൻ്റെ ആദ്യത്തെ വഴി. ആദർശത്തിൻ്റെ ആദ്യത്തെ വഴി ഇങ്ങനെ ആയിരുന്നു എങ്കിൽ ഇതിൻ്റെ മറുവശം, അതിൻ്റെ തുടർച്ചയാണ് നമുക്ക് ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വരുന്നത്.
ആ വാർത്ത ഇങ്ങനെയാണ്: വർഷങ്ങൾക്കിപ്പുറം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് യോഗ്യത നേടിയ ഒരു പാർട്ടിയും അന്ന് നിലവിലില്ലായിരുന്നു. പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന് ബദലായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ കരുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് കക്ഷി നേതാവിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് പുറകിലോട്ട് പോവാം. മറ്റൊന്നുമല്ല, കോൺഗ്രസിൻ്റെ നയങ്ങളിൽ യോജിക്കാൻ കഴിയാതെ ഇടതു പ്രത്യയശാസ്ത്രവുമായി ചൈനയിലെ മാവോ സേതുങ്ങിൻ്റെയും സോവിയറ്റ് യൂണിയൻ്റെയും ശക്തിപ്പെടലിൻ്റെ സ്വാധീന വലയത്തിൽ അകപ്പെട്ട ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപം കൊള്ളുന്നു. വർഷങ്ങൾക്കിപ്പുറം 1964 പാർട്ടിയുടെ നിലപാടുകളിൽ തീവ്രത പോരാ എന്ന് മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഒരു വിഭാഗം മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം കാലാന്തരത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ എത്രയോ വിപ്ലവ പാർട്ടികൾ ഉണ്ടാക്കി ഇന്നും ഇന്ത്യയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് കോൺഫെഡറേഷൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ജനകീയ ജനാധിപത്യത്തിൻ്റെയും തോക്കിൻകുഴൽ വിപ്ലവത്തിൻ്റെയും വക്താക്കളായി പലരും ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിൽ അധികാരത്തിൻ്റെ ഭാഗമായിരുന്ന പ്രമുഖ ഇടത് രാഷ്ട്രീയ കക്ഷികളുടെ തൊഴിലാളി സംഘടനകളായ CITU, AITUC, UTUC എന്നീ സംഘടനകളെക്കാൾ പ്രധാനപ്പെട്ട യൂണിയനാണ് AIUTUCയും AICCTUവും. ഈ രണ്ട് യൂണിയനുകളും യഥാക്രമം SUCI കമ്മ്യൂണിസ്റ്റിനെയും CPIMLനെയും പ്രതിനിധാനം ചെയ്യുന്ന ട്രേഡ് യൂണിയനുകളാണ്. കേന്ദ്ര ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വളരെ സുപ്രധാനമായ ഏറ്റവും പരമോന്നത സ്വാധീനമുള്ള പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളാണ് ഇത് രണ്ടെണ്ണവും. ഇന്ത്യയെമ്പാടും ഉള്ള സ്റ്റേറ്റുകളിൽ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ഈ രണ്ട് യൂണിയനുകൾക്കും ശക്തമായ പ്രാതിനിധ്യവും സ്വാധീനവും ഉണ്ട്. ഒരുപക്ഷെ പല മേഖലകളിലും CITUവിനെയും AITUCയെയും കടത്തിവിട്ടുന്ന സ്വാധീനം ഇത്തരം കമ്മ്യൂണിസ്റ്റ് സംഘടനകളുടെ ഈ ട്രേഡ് യൂണിയനുകൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസ് സർക്കാർ രാജ്യത്ത് അടിയന്തരാവസ്ഥ നടപ്പിലാക്കി. രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് വന്നു. സോഷ്യലിസ്റ്റുകളും ഹിന്ദു മഹാസഭയും രാഷ്ട്രീയ സ്വയം സേവക സംഘവും എന്നിവയ്ക്ക് ശേഷം പുതുതായിട്ട് രൂപം കൊള്ളുന്ന അവരുടെ സംവിധാനമാണ് ജനസംഘം. ആ ജനസംഘം ആ സഖ്യം പുതിയ രൂപത്തിൽ ജനതാ പാർട്ടിയായി. ജനതാ പാർട്ടി ഓരോ കാലഘട്ടത്തിലും അധികാര സ്ഥാനങ്ങൾ പങ്കിടൽ പ്രശ്നമാകുമ്പോൾ ഉടലെടുത്തതാണ് പല ഇടത് പാർട്ടികളും. അതെല്ലാം ഒത്തുചേർന്ന ഇടതുകക്ഷി സഖ്യം പിന്നെ കുറേ ഒറ്റയാൾ പാർട്ടികളും കൂടി ഒത്തുചേർന്ന് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും പലപ്പോഴും പുറത്താക്കിയിട്ടുണ്ട്. ആരൊക്കെയാണ് ആ സഖ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ഓർമ്മിക്കണം. ഒരിക്കൽ ജനസംഘം, അതുൾപ്പെടുന്ന ജനതാ പാർട്ടി, തീവ്ര മതേതര സോഷ്യലിസ്റ്റുകൾ പ്ലസ് ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഇത്തരം കൂട്ടുകെട്ടുകൾ പല ആവർത്തി ഇന്ത്യയിൽ ആവർത്തിച്ചു, ഭരണം പിടിച്ചു. പക്ഷേ ഒടുവിൽ എന്തായി ഗതി നമ്മൾ കണ്ടതാണ്. ഇത് ആദർശത്തിൻ്റെ രണ്ടാമത്തെ വഴിയും വശവും. അത് രണ്ടാം ഊഴമാണ് ആദർശത്തിൻ്റെ. ഇനി മറ്റൊന്നുണ്ട്. കാലാവധി തികയ്ക്കാൻ കഴിയാതെ വന്ന ഒരു സഖ്യ സർക്കാർ അധികാരത്തിന് പുറത്തായി. അധികാരം നഷ്ടപ്പെട്ട ജനതാദൾ ഭരണത്തിലിരുന്ന അരഡസനോളം സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും ജനതാദൾ പിളർപ്പ് നേരിട്ടു. സമാജ്വാദി ജനതാ പാർട്ടി രൂപീകരിച്ച ചന്ദ്രശേഖർ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി. കാലാവധി തികയ്ക്കാൻ അനുവദിക്കാതെ ക്യാപിറ്റലിസം ആ സർക്കാരിനെയും താഴെ ഇറക്കി. ശ്രീലങ്കയുടെ മണ്ണിൽ തമിഴ് ദേശീയവാദത്തിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ച LTTE
ഇന്ത്യൻ മണ്ണിൽ വെച്ച് അവരെ അവസാനിപ്പിച്ചു. ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ LTT നടത്തിയ ആക്രമണത്തിൽ നാശം നേരിട്ട സിംഹളരുടെ പ്രത്യാക്രമണത്തിൻ്റെ ഇരകളായി ഒടുവിൽ തമിഴ് വംശജരും തമിഴ് രാഷ്ട്രീയവും മാറി. തമിഴ്നാട്ടിൽ DMK സർക്കാരിനെ പിരിച്ചുവിട്ടു. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സർക്കാരിനെ കേന്ദ്രം പിരിച്ചുവിട്ടു. 91 പൊതു തെരഞ്ഞെടുപ്പ് വന്നു. ശ്രീലങ്കയിൽ വിഘടനവാദത്തിലൂടെ വിശാല തമിഴ് ഈഴം സ്ഥാപിക്കാനുള്ള LTTയുടെ നീക്കം തകർത്ത മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി LTT നേതാവ് വേലുപ്പിള്ള പ്രഭാകരൻ്റെ കണ്ണിലെ കരടായി മാറി. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിപ്ലവകരമായ അനവധി നേട്ടങ്ങൾ സമ്മാനിച്ച രാജീവ് ഗാന്ധിയെ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ വച്ച് ചാവേർ ആക്രമണത്തിൽ മനുഷ്യ ബോംബ് പൊട്ടിത്തെറിപ്പിച്ച് കൊലപ്പെടുത്തുന്നു. സഹതാപ രംഗത്തിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. കേവല ഭൂരിപക്ഷത്തിന് കുറച്ച് സീറ്റുകളുടെ കുറവുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് മറ്റ് പാർട്ടികളിൽ നിന്നും രാജിവെച്ച് MP-മാർ അവർ കോൺഗ്രസിനോട് ചേരുന്ന ഒരു സാഹചര്യം ഒന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് BJP കടന്നു വന്നു. മണ്ഡൽ കമ്മീഷൻ ഇളക്കിവിട്ട കൊടുങ്കാറ്റിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും അടിത്തറ പാടെ തകർന്നു. ഭരണപരാജയവും പുതിയ നേതൃനിരയുടെ ഇല്ലായ്മയും പ്രമുഖ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെയും തകർച്ചയിലേക്ക് നയിച്ചു. 1996 പൊതു തെരഞ്ഞെടുപ്പിൽ സാമ്പത്തിക നയത്തിലെ പ്രത്യക്ഷ നിലപാട് മാറ്റവും അഴിമതി ആരോപണങ്ങളും ഹവാല ഇടപാടുകളും വീണ്ടും പ്രതിപക്ഷത്തിന് പ്രതീക്ഷകൾ ഉയർത്തുവാനിടയായി. അന്ന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP വന്നു. ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയാതെ ആദ്യത്തെ BJP സർക്കാർ 13 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ രാജിവെക്കുന്നു. പിന്നെയും 2 പ്രധാനമന്ത്രിമാർ വന്നു. 98 ആയപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ്. പ്രാദേശിക ഒറ്റയാന്മാരുടെ സഹായത്തോടെ BJPയുടെ സർക്കാർ കേവല ഭൂരിപക്ഷത്തോടെ വന്നു. തമിഴ്നാട്ടിൽ നിന്നും അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം, ജയലളിതയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പാർട്ടി, അവർ പിന്തുണ പിൻവലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ താഴെ വീണു. 99 വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ്. BJP സഖ്യം DMKയുടെ സഹായത്തോടെ അധികാരത്തിൽ വരുന്നു. 5 വർഷം ഭരണം പൂർത്തിയാക്കുന്നു. 2004 ആയപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. BJP വലിയ മുദ്രാവാക്യമുയർത്തി, ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യമുയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായി. അന്ന് ഉള്ളിയുടെ വിലവർദ്ധനവ് ഏറ്റവും വലിയ തിരിച്ചടി BJPക്ക് സമ്മാനിച്ചു. കോൺഗ്രസിനെ അത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കി. ബദ്ധവൈരികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റു ചെറിയ കക്ഷികളും ചേർന്ന് കോൺഗ്രസിനെ 2004 അധികാരത്തിലെത്തിച്ചു. UPA എന്ന പ്ലാറ്റ്ഫോം രൂപീകരിക്കുകയുണ്ടായി. 2009 കോൺഗ്രസ് മറ്റ് കക്ഷികളുമായി ചേർന്ന് UPA സഖ്യം തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം വീണ്ടും നേടി. CPM അതിനു മുമ്പ് തന്നെ അമേരിക്കയുമായുള്ള ചില ഇടപാടുകളിൽ പ്രത്യക്ഷമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് UPA സഖ്യത്തിൽ നിന്നും പിന്മാറിയിരുന്നു. പക്ഷെ 2009 മുതലുള്ള 5 വർഷം, 2014 വരെയുള്ള കാലഘട്ടം കോൺഗ്രസിൻ്റെ അടിത്തറ ശരിക്കും നഷ്ടപ്പെടുത്തിയൊരു കാലഘട്ടമായിരുന്നു. 16 സംസ്ഥാനങ്ങളിലും അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടി സംസ്ഥാന ഭരണം ഒടുക്കം നാമമാത്രമായ സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങി. തെറ്റായ നയങ്ങൾ നിമിത്തം ആന്ധ്രാപ്രദേശിൽ പാർട്ടി നിലം പരിശായി. തെലങ്കാനയിൽ മറ്റൊരു പ്രാദേശിക കക്ഷി അധികാരത്തിൽ വന്നു. 2014 അഴിമതി ആരോപണങ്ങളിലെ കൊടുങ്കാറ്റ് ആഞ്ഞുവീശി. തെരഞ്ഞെടുപ്പിൽ BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. സഖ്യകക്ഷികൾ അവർക്കുണ്ടായിരുന്നു. പഴയ കക്ഷികൾ, വാജ്പേയി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന സഖ്യകക്ഷികളോടൊപ്പം തന്നെ പുതിയ ചില പാർട്ടികളും അവരോടൊപ്പം സഖ്യം ചേർന്ന് അവർ അധികാരത്തിൽ വന്നു. 2019 BJPക്ക് മാത്രം കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞു. 303 സീറ്റ്. മറ്റ് അവരുടെ ഘടകകക്ഷികൾ കൂടി ചേരുമ്പോൾ
ഏതാണ്ട് വ്യക്തമായ ഭൂരിപക്ഷത്തിനും എത്രയോ മേലെ അവരുടെ സ്വാധീനം ലോക്സഭയിലും രാജ്യസഭയിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലും എത്തി നിൽക്കുന്നു. അവർ അധികാരം നിലനിർത്തിയത്. ഇതിനെല്ലാം ഒരു പിന്നാമ്പുറം കൂടിയുണ്ട്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 1977 സിദ്ധാർത്ഥ ശങ്കർ റൈ ആയിരുന്നു ബംഗാളിലെ കോൺഗ്രസിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി. പിന്നീട് ഇങ്ങോട്ട് 34 കൊല്ലങ്ങളോളം നീളുന്ന ഇടതു ഭരണത്തിൻ്റെ തേർവാഴ്ചയായിരുന്നു ബംഗാളിൽ. 42 പാർലമെൻറ്റ് സീറ്റുകളുള്ള ബംഗാളിൽ കോൺഗ്രസ് കൊൽക്കത്ത നഗരപ്രാന്തത്തിലും മാൾഡയുടെ പരിസരങ്ങളിലുമായി ഒതുങ്ങിപ്പോയി. കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച് മമതാ ബാനർജി BJP സർക്കാരിൽ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും പ്രയോജനമുള്ള വകുപ്പ് ഏറ്റെടുത്ത് മന്ത്രിയായി. 2011 ഇലക്ഷനിൽ ഇടതുപക്ഷത്തെ തകർത്ത് തറപറ്റിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. 10 വർഷങ്ങൾ കഴിഞ്ഞ് മമതയെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ഒരുമിച്ച് മത്സരിച്ചു. ആദർശത്തിൻ്റെ മറ്റൊരു വഴി. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും രണ്ടു കൂട്ടരും കേരളത്തിൻ്റെ അതിർത്തിയിൽ അപ്പുറത്തും ഇപ്പുറത്തും, ഒരു മതിലിനപ്പുറത്ത് ഒരുമിച്ചും ഒരു മതിലിനിപ്പുറത്ത് പരസ്പരവും പോരാടി. ഇത് ആദർശത്തിൻ്റെ മറ്റൊരു മുഖം. ഇതിൽ എവിടെയാണ് ആദർശം? കേരളത്തിൽ തന്നെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ ചിലയിടങ്ങളിൽ BJPയോ ഇതര പാർട്ടികളുമായിട്ടോ സഖ്യമുണ്ടാക്കി ഭരിക്കുകയോ മത്സരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദർശം എവിടെയാണ്? പണ്ടാരോ പറഞ്ഞതുപോലെ സായിപ്പിട്ടാൽ അത് ബെർമുട, നമ്മളിട്ടാൽ അത് വെറും നിക്കർ. കൊള്ളാല്ലേ? ഇതാണ് ഇവിടുത്തെ ആദർശം.